4 കൊല്ലമായടോ തന്റെ മോക്ക് ഞാൻ ചെലവിന് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അവളെ ഞാൻ അവിടെ ഒതുക്കിയിട്ടിരിക്കുക. തന്റെ വീടിന്ന് ഞാൻ കത്തിക്കും. തന്നെയും കൊല്ലും, തന്റെ ഭാര്യനെയും കൊല്ലും, തന്റെ മോളെയും ഞാൻ കൊല്ലും. മോനെടാ ഒന്ന് സമാധാനപ്പെടുവാനെ. നിന്റെ താഴെ 2 കുഞ്ഞുങ്ങളോടുള്ള ബാങ്കിലെ ലോണിന്റെ കാര്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുള്ളി എങ്ങനെയെങ്കിലും നിന്നെ അത് സാധിച്ചു തരും. പള്ളിക്കാരമ്മയുടെ കൃപ കൊണ്ട് നിനക്ക് അത് സാധിച്ചു തന്നിരിക്കും. താൻ തരുവോ എനിക്ക്? താൻ തരുവോ? താൻ ആരാണോ എന്റെ അടുത്ത് ഉണ്ടാക്കാനായിട്ട്? ദേവി അമ്മ സാധിച്ചു തരും. അത് ദേവി അമ്മ സാധിച്ചു തരേണ്ടത്. 4 കൊല്ലമായ ആ പെണ്ണിനെ ഞാനിവിടെ പൂച്ചാൻ തുടങ്ങിയിട്ട്. അല്ലെ താൻ വന്ന് എന്റെ വീട്ടിൽ ചെലവിന് കൊടുക്കൂ. മോനെ താഴെ 2 കുഞ്ഞുങ്ങളുണ്ട് മോനെ, അതുകൊണ്ടാ പറഞ്ഞത്. മോന് താഴെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിന് കഴിവില്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. കാണിച്ചു തരാം ഞാൻ. ഇന്ന് ഈ വീടിന്ന് ഞാൻ കത്തിക്കും. എന്റെ പള്ളിക്കാരമ്മേ, നീ ഇത് കാണുന്നില്ലേ? ഈ ചെറുക്കൻ കാണിക്കുന്ന കാട്ടായ്മകളൊക്കെ. നൊത്തേ എവിടെയാടാ നിന്റെ തൊണ്ട? അകത്തുണ്ടാ? എന്താടാ? പോടാ തന്തേ. നാറി അകത്ത് കയറി ഒളിച്ചിരിക്കുവാണാടാ. ഇറങ്ങി പാടാ. എവിടെയാടാ ബാക്കി സ്ത്രീധനം? നിന്റെ മോക്ക് ചെലവിന് കൊടുക്കാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായടാ. 4 കൊല്ലമായിട്ട് അതിനെ ഞാൻ തീറ്റിപ്പോറ്റുക. എവിടെയാടാ സ്ത്രീധനം? തള്ളേ SKSോ ഇസാഫോ എന്തോ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് എവിടാ കാശ്? അകത്ത് കയറി ഒളിച്ചിരിക്കുവാണ്. ഇറങ്ങി വന്നില്ല ഈ വീട് ഞാൻ ഇന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. കുടുംബശ്രീന്ന് എന്തോ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി ഒളിച്ചിരിക്കുന്ന. ഇറങ്ങി പാടി. കഴിവേറി. നമ്മുടെ മോളെ കെട്ടിച്ചതിന്റെ പേരിൽ നമ്മൾ എന്തെല്ലാം അനുഭവിച്ചടി. നമുക്കിനി നമ്മുടെ കടലമ്മ മാത്രമേ ഉള്ള ആശ്രയം. നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മച്ചി, നമ്മളെന്തിനാ അമ്മ ഇവിടെ വന്നത്? ഞാൻ കണ്ടില്ലേ അളിയും വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. നമുക്കിനി കടലമ്മ മാത്രമേ ഉള്ളൂ രക്ഷ. നമുക്ക് ചാടി മരിക്കാം. അമ്മച്ചി വേണ്ട അമ്മച്ചി. അച്ഛ എനിക്ക് മരിക്കാൻ പേടിയാ അച്ഛ. വേണ്ട മക്കളെ, നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കളായിട്ട് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഗതികിട്ടാതെ അലയുന്നത്, അത് ആത്മാക്കളായിട്ട് നിന്ന് ഞങ്ങൾക്ക് കാണേണ്ടി വരുന്നത് ദുരിതമാണ് മക്കളെ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മരിക്കാം. വേണ്ട അമ്മച്ചി, എനിക്ക് പേടിയാ അമ്മച്ചി. എന്താ നിങ്ങളിവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഞങ്ങൾ കട കാണാൻ വന്നതാ. നിങ്ങൾ വയ്ക്കോ. ശരി എന്നാ. വേണ്ട അച്ഛ. അവിടെ നിക്ക് ചേട്ടാ.
ചേട്ടാ സന്ധ്യയായില്ലേ, വീട്ടിൽ പോകുന്നില്ലേ? മോളെ, മോളുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ വീട്ടിൽ തന്നെയില്ലേ? മോള് പോയി. ശരി. അല്ല, എന്റെ ബന്ധുക്കൾ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനാ വീട്ടിൽ പോകുന്നത്? नमस्ते शरण्ये शिवे सानुगम्बे नमस्ते जगद्व्यापिके विश्वरूपे नमस्ते जगद्वन्द्य पादारविन्दे नमस्ते सदा पाहि मां त्राहि भद्रे आई आनन्दवल्ले अमृतजलदले आदिशक्ति पराई माई माया स्वरूपी स्फटिकमणिमयी मामदङ्गी शतङ्गी ज्ञानी ज्ञानार्थरूपी नलिनपरिमळे नादओङ्कारमूर्ति योगा योगासनस्ते भुवनवशगरी सुन्दरीयै नमस्ते. എന്റെ മക്കളുടെ ദുഃഖം അകറ്റാനാണ് അമ്മ പള്ളിക്കാവ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. കടലിൽ പോകുന്ന എന്റെ മക്കളെ നോക്കാൻ എനിക്കറിയാം, അതുപോലെ തന്നെ കരയിൽ നിൽക്കുന്ന ഈ മക്കളെ നോക്കാനും എനിക്കറിയാം. എന്റെ മക്കൾ വീട്ടിലേക്ക് പോകും, അമ്മയെല്ലാം നോക്കിക്കോളാം. ശ്രീ മഹാദേവി നമോസ്തുതേ, ദേവി പള്ളിക്കാവിൽ വാഴും അമ്മേ നമോസ്തുതേ. ശ്രീ മഹാദേവി നമോസ്തുതേ, ദേവി പള്ളിക്കാവിൽ വാഴും അമ്മേ നമോസ്തുതേ. ആദികൾ വ്യാധികൾ ഒക്കെ അകറ്റുന്ന ആനന്ദരൂപിയാം അമ്മ. ആദികൾ വ്യാധികൾ ഒക്കെ അകറ്റുന്ന ആനന്ദരൂപിയാം അമ്മ. സ്തോത്രപ്രിയേ സ്തുതിമതി മനോഹരി മനസ്സിനി മാനവതി. സ്തോത്രപ്രിയേ സ്തുതിമതി മനോഹരി മനസ്സിനി മാനവതി. എന്റെ പള്ളിക്കാവിൽ വാഴും അമ്മേ നമോസ്തുതേ. ശ്രീ മഹാദേവി നമോസ്തുതേ, ദേവി പള്ളിക്കാവിൽ വാഴും അമ്മേ നമോസ്തുതേ. കരുണാമയീ ദേവി കാരുണ്യവാരിധേ, കർമ്മദോഷങ്ങൾ അകറ്റേണമംബികേ. കരുണാമയീ ദേവി കാരുണ്യവാരിധേ, കർമ്മദോഷങ്ങൾ അകറ്റേണമംബികേ. കാലാത്മികേ കലാനാഥേ, കാവ്യാലാപ വിനോദിനി നമസ്തേ 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 നമസ്തേ. കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. അതെ, 2 ദിവസം മുമ്പ് വീട്ടിലൊരു സംഭവം ഉണ്ടായി. ചേട്ടാ, നാളെയല്ലേ അവൻ ശ്രീധന പേശിക്ക് വരുന്നത്? ആ, പള്ളിക്കാവിലമ്മ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കത്തില്ല. ഇത് അവനല്ലേ വരുന്നത്? മോനെ എന്ത് പറ്റിയടാ? എന്ത് പറ്റി? എന്താടാ?
മക്കളെ നിങ്ങൾ പോകും. എന്ത് വെച്ചിടാ മോനെ, നീ കരയാതടാ. അച്ഛാ, അമ്മേ, സ്ത്രീധനത്തിന്റെ പേരിൽ ഈ വീട്ടിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാത്ത ദിവസമില്ല. എന്തിന് എന്റെ ഭാര്യ ഞാൻ തല്ലാത്തൊരു ദിവസം പോലും ഇല്ല. പോട്ടെടാ, അതൊക്കെ പോയ കാര്യങ്ങളല്ലേ, ഇനി അത് ഓർത്ത് വിഷമിക്കണ്ട. അച്ഛാ, ഒരു അസുഖമില്ലാതെ ഇരുന്ന ഞാൻ ഇന്നലെ ഒരു അറ്റാക്ക് വന്ന് വീണു. അയ്യോ, എന്ത് പറ്റി മോനെ? എന്നിട്ടാടാ? അപ്പോഴും എനിക്ക് ബോധമുണ്ടായിരുന്നു. ആ ബോധത്തിൽ ഒരു സ്വപ്നം പോലെ സംഹാരരുദ്രയായ പള്ളിക്കാവിലമ്മേനെ ഞാൻ കണ്ടച്ച. എന്റെ പെൺമക്കളെ ഉപദ്രവിച്ചാൽ അത് എന്നെ ഉപദ്രവിക്കുന്ന പോലെയാണ്. എന്റെ ഭക്തരുടെ ദുഃഖം അത് എന്റെ കൂടെ ദുഃഖമാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് വന്നാൽ നിനക്ക് തരുന്ന ഈ 2ാം ജന്മം ഞാൻ ഇല്ലാതാക്കും. ഇത് പള്ളിക്കാവിൽ അമ്മയുടെ വാക്കുകളാണ്. മോനെ, നീ കണ്ട പോലെ തന്നെ ഞങ്ങളും കണ്ടടാ ദേവിയെ. അച്ഛാ, ഇതുവരെ മേടിച്ച നിങ്ങളുടെ ഇത് മേടിച്ച സ്ത്രീധനമെല്ലാം ഞാൻ തിരിച്ചു വരാം. എനിക്ക് വാപ്പ് നൽകണം, എന്നോട് പൊറുക്കണം അച്ഛാ. അയ്യോ അമ്മേ, എന്നോട് ക്ഷമിക്കണേ അമ്മേ. അച്ഛാ, അമ്മേ, എനിക്ക് പള്ളിക്കാവിൽ അമ്മേനൊന്ന് കാണണം. എൻ്റെ സകല തെറ്റുകളും ആ മുന്നിൽ എനിക്ക് ഏറ്റു പറയണം. പോവാൻ മോനെ, നമുക്ക് ദേവിയമ്മയെ കാണാൻ പോവാം. പോവാടാ, നമുക്ക് അമ്പലത്തിൽ പോവാം, ദേവിയെ കാണാം. നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് ദേവിയെ കാണാം. നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ, നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ, നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ, നമസ്തേ സദാ പാഹി മാം ത്രാഹി ഭദ്രേ. ആയി ആനന്ദവല്ലേ അമൃതകലതലേ ആദിശക്തി പരായി, മായി മായാസ്വരൂപി സ്ഫടികമണിമയി മാമദംഗി ഷഡംഗി, ജ്ഞാനീ ജ്ഞാനാർദ്ധരൂപി നളിനപരിമളേ നാദ ഓംകാരമൂർത്തി, യോഗാ യോഗാസനസ്തേ ഭുവനവശകരി സുന്ദരീ നമസ്തേ.